സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്കാ 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്കാ 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞവന്മാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? എപ്പിസ്കോപ്പസി ക്രിസ്തീയമല്ല, ക്രിസ്തു വിരുദ്ധമാണ്. ജീവിച്ചിരിക്കുന്ന ചിലരെ ദൈവത്തെ പോലെയാക്കുന്ന എപ്പിസ്കോപ്പസി പുതിയ നിയമ വിരുദ്ധമാണ്. യേശുവിൻ്റെ വസ്ത്രധാരണ രീതി സാധാരണ ജനങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല എന്നതും പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ടതായിരുന്നില്ല എന്നതും പ്രത്യേകം ഓർക്കണം. യേശുവിനെ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശുവിൻ്റെ ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് അവർക്ക് യേശുവിനെ പിടിച്ചുകെട്ടാൻ യൂദാസിൻ്റെ സഹായം ആവശ്യമായി വന്നത്. അതിനാൽ യേശുവിൻ്റെ വസ്ത്രധാരണ രീതി സാധാരണ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ്. യേശുവിൻ്റെ ശിഷ്യരെ ലോകം തിരിച്ചറിയേണ്ടത് യൂണിഫോമിൽ നിന്നല്ലെന്നും പരസ്പര സ്നേഹത്തിൽ നിന്നാണെന്നുമാണ് യേശു പഠിപ്പിച്ചത്. വൃക്ഷത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയണം, അല്ലാതെ ഡ്രസ് കോഡിൽ നിന്നല്ല. സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസിൻ്റെ മേലോ പത്രോസിൻ്റെ പിൻഗാമികളുടെ മേലോ അല്ല എന്ന് പത്രോസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 1 പത്രോസ് 2-4-5 വാക്യങ്ങളിൽ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാണ്. ബൈബിളിൽ കാണുന്ന മെത്രാൻ പദവിയും ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന മെത്രാൻ പദവിയും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല പരസ്പര വിരുദ്ധവുമാണ്. ബൈബിളിലെ മെത്രാൻ പദവി ദാസ്യത്തിൻ്റെതാണ്. ഇന്നത്തെ മെത്രാൻ പദവി രാജകീയമാണ്. രാജകീയ പദവിയിലിരിക്കുന്ന മെത്രാന്മാർ തങ്ങൾ ദാസരാണെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ കബളിപ്പിക്കാറുണ്ട്. സഭയുടെ അധികാരങ്ങളെല്ലാം എപ്പിസ്കോപ്പോസ് അല്ലെങ്കിൽ ബിഷപ്പിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് എപ്പിസ്കോപ്പസി. ഈ സംവിധാനത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള അവകാശവാദം വളരെ വ്യക്തവും പ്രകടവുമാണ്. എപ്പിസ്കോപ്പസി എന്നത് ഒരുതരം ഭരണതന്ത്രമാണ്. അതിന് അതിൻ്റെതായ ആകർഷണങ്ങളുമുണ്ട്. എപ്പിസ്കോപ്പസിയുടെ ഏറ്റവും വളർച്ച പ്രാപിച്ച രൂപമാണ് റോമൻ കത്തോലിക്ക പേപ്പസി. പേപ്പസി റോമൻ കത്തോലിക്ക സഭയിലെ പാപ്പാധിപത്യ സംവിധാനമാണ്. ഇത്തരം സംവിധാനം തികച്ചും വചനവിരുദ്ധമാണ്. ബിഷപ്പുമാരെ അനുസരിക്കുന്നവർ യേശുവിനെ അനുസരിക്കുന്നു, ബിഷപ്പുമാരെ നിന്ദിക്കുന്നവർ യേശുവിനെ അയച്ചവനെയും നിന്ദിക്കുന്നു എന്ന് റോമൻ കത്തോലിക്ക മതം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്പർ 862 പഠിപ്പിക്കുന്നു. എപ്പിസ്കോപ്പസി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദാസരായവരെ, ജനത്തിൻ്റെ കാൽ കഴുകേണ്ടവരെ റവറന്റ് എന്ന ഭയങ്കരനാക്കി മാറ്റുന്നു. റവറന്റ് എന്ന വാക്കിന് ഭയങ്കരൻ എന്നാണ് അർത്ഥം. ഭയങ്കരൻ എന്ന വിശേഷണം ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഇത്തരം ഭയങ്കരന്മാരായ നേതാക്കളെ സാധാരണക്കാർ ഭയപ്പെട്ടു തുടങ്ങുന്നു. അധികാരികൾക്ക് നേരെ ഇത്രയേറെ വെല്ലുവിളി കുറഞ്ഞ മറ്റൊരു ഭരണ സംവിധാനവും ലോകത്തിലില്ല. കാരണം ഇതിൽ മനുഷ്യരെ ഭരിക്കാൻ അവരുടെ ദൈവഭയം എന്ന ഘടകത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ എപ്പിസ്കോപ്പസിയിൽ നേതാക്കൾക്ക് അധികാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സുഖം കൂടും. സാധാരണ വിശ്വാസികളാണ് അതിൻ്റെ ദുരന്തം കൂടുതലായി അനുഭവിക്കുന്നത്. എപ്പിസ്കോപ്പസി പ്രകാരമുള്ള മതചട്ടക്കൂടിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സൗകര്യപ്രദമായ അധികാര വിനിയോഗവും ആരാണ് വലിയവൻ എന്ന ചിന്തയും ഒന്നാമനാകാനുള്ള ആഗ്രഹവുമാണ്. ഞാൻ നിന്നേക്കാൾ ഉയർന്നവനാണെന്നും നീ എൻ്റെ താഴെയാണെന്നുമുള്ള ചിന്താഗതിയാണ് എപ്പിസ്കോപ്പൽ ചിന്താഗതിയുടെ കാതൽ. വലിയവരെ മാത്രം ബഹുമാനിക്കുക എന്ന ലോകത്തിൻ്റെ പ്രവണത ഇതിൽ വളരെ പ്രബലമാണ്. എപ്പിസ്കോപ്പസിയിൽ കാണുന്നത് കപട പുരോഹിതരും കൃത്രിമ വേഷങ്ങളുമാണ്. എപ്പിസ്കോപ്പസിയിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടയാളമായി കാണുന്നത് സ്നേഹത്തെയല്ല, വസ്ത്രധാരണ രീതിയെയും കുരിശിനെയും ഒക്കെയാണ്.
ആത്മീയവും വിദ്യാഭ്യാസപരവുമായ പദവികളെ സൂചിപ്പിക്കാൻ പ്രത്യേക അങ്കികൾ ധരിക്കുന്ന പതിവ് പൊതുവെ കാണാവുന്നതാണ്. പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു പറ്റം ആളുകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ഉയർത്തി കാണിക്കുക എന്ന ദൗത്യമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രത്യേക വസ്ത്രം ഉപയോഗിക്കുന്നവർ അവ ഉപയോഗിക്കാത്തവരെക്കാൾ ഉയർന്നവരാണ് എന്ന ധാരണയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ചിന്താഗതി ഈ വസ്ത്രം ഉപയോഗിക്കുന്നവരിൽ അഹങ്കാരവും അതില്ലാത്തവരിൽ അപകർഷതാബോധവും ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അപകർഷതാബോധം വളർന്ന് അടിമത്തമായി തീരും. അങ്ങനെ ഇത്തരം വസ്ത്രധാരണ രീതികളെല്ലാം ജനങ്ങളെ അടിമപ്പെടുത്താൻ സാത്താൻ ഉപയോഗിക്കുന്ന ചില ആധുനിക തന്ത്രങ്ങൾ മാത്രമാണ്. എപ്പിസ്കോപ്പസിയുടെ അടിസ്ഥാനം അപ്പസ്തോലിക പിന്തുടർച്ചാവകാശം എന്ന വചനവിരുദ്ധമായ തത്വമാണ്. എല്ലാവിധ അധികാരങ്ങളും ദൈവത്തിനാണെന്നും ദൈവത്തിന്റെ അധികാരമെല്ലാം കൈവയ്പ് വഴി മെത്രാന് ലഭിക്കുന്നുവെന്നും അതിനാൽ മെത്രാന്റെ കീഴിലുള്ളവരുടെ മേൽ ആത്മീയവും ഭൗതികവുമായ അധികാരം മെത്രാനുണ്ട് എന്നും എപ്പിസ്കോപ്പസിയിൽ വിശ്വസിക്കുന്നു. എപ്പിസ്കോപ്പസിക്കാരുടെ അധികാരം യേശുവിലല്ല, മറിച്ച് അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന സിദ്ധാന്തത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അതിനാൽ എപ്പിസ്കോപ്പസി സമ്പ്രദായം സ്വീകരിക്കുന്നവർ തെറ്റായ അടിസ്ഥാനത്തിലേക്ക് വഴുതി വീഴുന്നു. അപ്പോസ്തോലികം എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു സഭയുടെ ബിഷപ്പിൽ നിന്ന് കൈവയ്പ് ലഭിച്ചാൽ തങ്ങളുടെ സഭ അപ്പസ്തോലികമാകും എന്ന് അവർ ചിന്തിക്കുന്നു. യഥാർത്ഥ അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ശുശ്രൂഷ ചെയ്യുന്നതാണ്. പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തിനനുസൃതമായി വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടം അപ്പസ്തോലിക സഭയാണ്. ഇടമുറിയാതെയുള്ള കൈവയ്പ് പാരമ്പര്യം അതിനാവശ്യമില്ല. അംഗീകാരം ദൈവത്തിൽ നിന്ന് ഇന്നും എന്നും നേരിട്ട് മാത്രം ലഭിക്കുന്നതാണ്. യേശു തന്റെ ശിഷ്യർക്ക് പൗരോഹിത്യം കൊടുത്തിട്ടില്ല. അവർ പുരോഹിതരെന്ന് ഒരിക്കലും അറിയപ്പെട്ടിട്ടുമില്ല. അതുപോലെ തന്നെ ശിഷ്യന്മാർ മറ്റുള്ളവർക്കും പൗരോഹിത്യം കൊടുത്തിട്ടില്ല. പുതിയ നിയമ ശുശ്രൂഷകൾ കുടുംബങ്ങളിലൂടെയോ സഭാപ്രസ്ഥാനങ്ങളിലൂടെയോ തലമുറയായുള്ള കൈമാറ്റത്തിലൂടെ ലഭിക്കുന്ന ഒന്നല്ല. ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ പാരമ്പര്യ സൃഷ്ടികളാണ്. അപ്പോസ്തോലികത്വം ഓരോ വ്യക്തിക്കും ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. യഥാർത്ഥ അപ്പോസ്തോലികത്വം നേരിട്ട് യേശുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിന് ഉത്തമ ഉദാഹരണം പൗലോസാണ്. മറ്റ് അപ്പോസ്തലന്മാരുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല പൗലോസിന്റെ അപ്പോസ്തോലികത്വം ന്യായീകരിക്കപ്പെടുന്നത് എന്ന് ഗലാത്യർ 1-ാം അധ്യായത്തിൽ കാണുന്നു. പൗലോസിന്റെ അപ്പോസ്തോലികത്വം പിന്തുടർച്ചയായി ലഭിച്ചതല്ല, മറിച്ച് യേശുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണ്. അപ്പോസ്തോലിക അധികാരം കൈമാറ്റം ചെയ്യുന്നത് ഓർഡിനേഷൻ കർമ്മത്തിലൂടെയാണ് എന്നും അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും തങ്ങൾക്കും ഉണ്ട് എന്നും എപ്പിസ്കോപ്പസിക്കാർ വാദിക്കുന്നു. എന്നാൽ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ദൈവിക വരങ്ങൾ തങ്ങൾക്കുമുണ്ട് എന്ന് ഇവർ ഒരിക്കലും അവകാശപ്പെടാറില്ല. അധികാരത്തെപ്പറ്റി മാത്രമാണ് അവകാശവാദം എന്നതിൽ നിന്ന് ഈ സംവിധാനം സത്യവിരുദ്ധമാണ് എന്ന് വ്യക്തമാകുന്നു. ഇതിൽ സാധാരണ വിശ്വാസികൾ ഭരിക്കപ്പെടുന്ന വെറും പ്രജകൾ മാത്രമാണ്. ഇവിടെ ഭരിക്കുന്നവർ തിരുമേനികളും ഭരിക്കപ്പെടുന്നവർ ഐമേനികളുമാണ്. ഇത്തരം ക്ലർജി ലെയ്റ്റി വിഭജനം പുതിയ നിയമത്തിൽ ഇല്ല എന്ന സത്യത്തെ മറച്ചുവെച്ചാണ് ഈ എപ്പിസ്കോപ്പൽ സംവിധാനത്തെ തൽപരകക്ഷികൾ നിലനിർത്തിപ്പോരുന്നത്. എപ്പിസ്കോപ്പസിയിൽ അപ്പസ്തോലിക പിന്തുടർച്ചയും പൗരോഹിത്യവും കൈവയ്പ് വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നു. കൈവയ്പ് ദൈവശാസ്ത്രം എപ്പിസ്കോപ്പസിയിൽ വളരെ ആഴമായി വേരോടിയിരിക്കുന്നു. ഈ ലോകത്തിൽ അംഗീകാരം ലഭിച്ച ഒരു മെത്രാന് മാത്രമേ കൈവയ്പ് വഴി മറ്റൊരു മെത്രാനെ വാഴിക്കാനാവൂ. ഒരു മെത്രാന്റെ കൈവയ്പ് വഴി പുതിയ മെത്രാൻ അപ്പസ്തോലന്മാരുടെ പിൻഗാമിയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു തുടങ്ങുകയും ലോകത്തിന്റെ അംഗീകാരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെയും മറ്റ് സഭകളുടെയും അംഗീകാരത്തിനായുള്ള ഈ ആഗ്രഹം തന്നെ ഇന്നത്തെ എപ്പിസ്കോപ്പസി ദൈവികമല്ല എന്നതിന് തെളിവാണ്. സാത്താൻ ഇത്തരം വികലമായ എപ്പിസ്കോപ്പസി ദൈവശാസ്ത്രം പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ആത്മീയതകളെ അന്ധമാക്കി ആത്മീയ അട്ടിമറി നടത്തുന്നു. പട്ടത്വ സഭകൾ വിശ്വസിക്കുന്നത് പോലെ കൈവയ്ക്കുന്ന ആളിൽ കൂടെ അധ്യക്ഷത കൈവയ്ക്കപ്പെടുന്ന ആളിലേക്ക് വ്യാപരിക്കുകയല്ല, പിന്നെയോ ദൈവം ഒരാളെ
അധ്യക്ഷനായി എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ആളിനെ പ്രസ്തുത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കൈവയ്പ് ഒരു യാന്ത്രിക പാരമ്പര്യ കർമ്മം അഥവാ കൂദാശയായി മാറിയിരിക്കുന്നു. എല്ലാ സഭാവിഭാഗക്കാരും കൈവയ്പ് നടത്തുന്നു. കൈവയ്ക്കുന്നവർ കീഴടക്കുന്നു, കൈവയ്ക്കപ്പെടുന്നവർ കീഴടങ്ങുന്നു. ഇത് ഒരു ആത്മീയ രഹസ്യവും യാഥാർത്ഥ്യവുമാണ്. അതിനാൽ തിടുക്കത്തിൽ കൈവയ്ക്കുന്നത് ബൈബിൾ വിലക്കിയിരിക്കുന്നു. ആർക്കെങ്കിലും കൈവയ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങളിൽ പങ്കുചേരുകയോ അരുത് എന്ന് 1 തീമോഥെയോസ് 5-22 വചനം പറയുന്നു. തിടുക്കത്തിലല്ലാത്ത കൈവയ്പ് എങ്ങനെയായിരിക്കണമെന്നും നാം തീരുമാനിക്കേണ്ടതുണ്ട്. അവസാനം എല്ലാ എപ്പിസ്കോപ്പസികളും റോമൻ കത്തോലിക്ക എപ്പിസ്കോപ്പസിയുടെ ഭാഗമായി തീരും. ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട് സഭകൾ കൾട്ടുകളായി രൂപാന്തരപ്പെടും. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് 2 കൊരിന്ത്യർ 11 പറയപ്പെടുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.